ഞങ്ങളുടെ ബൂത്ത് കമ്മിറ്റികൾ വരെ റെഡിയാണ്. ഏത് സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലും ആ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ UDF സുസജ്ജമാണ്. സ്ഥാനാർത്ഥിയെ എപ്പോഴും അറിയാമല്ലോ. ഇപ്പോൾ തൊട്ടുള്ള കഴിഞ്ഞൊരു 3-4 വർഷമായിട്ടുള്ള ചേഞ്ച് എന്താണ്? എപ്പോഴാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച മണിക്കൂറുകൾക്കുള്ളിൽ UDFന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. അത് നിലമ്പൂരും അത് പ്രഖ്യാപിക്കുക തന്നെ ചെയ്യും. ഞങ്ങളാണ് ആദ്യം പ്രഖ്യാപിക്കാറ്. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ നോക്കിയിട്ടാണ്, ഇപ്പുറത്ത് നിന്ന് ആരെങ്കിലും കിട്ടുമെന്നൊക്കെ നോക്കിയിട്ടാണ് അവർ സ്ഥാനാർത്ഥി പോലും ഇല്ല അവർക്ക്. അല്ല ഞാൻ പറഞ്ഞ അവരെപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. അവരെന്ത് വേണേലും ചെയ്തോട്ടെ, ഞങ്ങൾ അവരുടെ സ്ഥാനാർത്ഥിയെ നോക്കിയിട്ടല്ല, ഞങ്ങൾക്കൊരു സ്ഥാനാർത്ഥി ഉണ്ടാവും. അത് ഞങ്ങൾ വേണ്ട തരത്തിലുള്ള ചർച്ചകൾ നടത്തി ഏകകണ്ഠമായി ഒരു തീരുമാനമെടുത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങൾ എല്ലാ ദിവസവും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാ ദിവസവും എല്ലാവരും അല്ല, ചില ചാനലുകളിൽ രാവിലെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും, പിറ്റേ ദിവസം പറയും അയാൾക്കെല്ലാം മുൻതൂക്കം, മറ്റേയാൾക്കാണ് മുൻതൂക്കം എന്ന് പറയും. ഉച്ചയ്ക്ക് തൂക്കം മാറും, രാത്രിയാകുമ്പോൾ വേറെ സ്ഥാനാർത്ഥി വരും. നിങ്ങൾ എന്തിനാ ഈ കോൺഗ്രസിന്? ഞാൻ ഇന്നാളും പറഞ്ഞു, ദയവ് ചെയ്ത് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള അധികാരമെങ്കിലും ഞങ്ങൾ ഈ പാവങ്ങൾക്ക് വിട്ടതാ. നിങ്ങളെടുത്ത് എല്ലാ ദിവസവും സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കല്ലേ? നിങ്ങൾ എന്തിനാ അങ്ങനെ? കുറച്ച് പേര് ഒരു അജണ്ടയാണ്, ചിലർ അത് കണ്ടിട്ട് ബാക്കിയുള്ളവർ അതിനെ അനുകരിക്കുകയാണ്. ചിലരുടെ അജണ്ടയാണ്. കോൺഗ്രസിന്റെ നിങ്ങൾ CPMന്റെ സ്ഥാനാർത്ഥി ആരും പ്രഖ്യാപിച്ചില്ല. CPMന്റെ സ്ഥാനാർത്ഥിയെ നിങ്ങളാരും പ്രഖ്യാപിച്ചില്ല. നിങ്ങൾ എന്തിനാ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ നിങ്ങൾ എല്ലാ ദിവസവും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ പോലും തീരുമാനിച്ചിട്ടില്ല കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. അതിനു മുമ്പ് നിങ്ങൾ പ്രഖ്യാപിക്കുന്നത് ശരിയാണ്. നിങ്ങളൊന്ന് ആലോചിക്കും. ഞാൻ വിമർശിക്കുമെന്നല്ല, ഞാൻ കളിയാക്കുമല്ല, പരിഹസിക്കുമല്ല, വിമർശിക്കുകയല്ല. നിങ്ങൾക്ക് അത് ചെയ്യാനുള്ള അവകാശമൊക്കെ ഉണ്ട്. ഇതായിരിക്കാം, അങ്ങനെ ആകാം, ഇങ്ങനെ. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ക്രെഡിബിലിറ്റിയും കൂടി ആലോചിക്കണം, നിങ്ങളുടെ വിശ്വാസ്യതയും കൂടി. ഞാൻ വിമർശിക്കുമെന്നില്ല, നിങ്ങൾ അങ്ങനെ ചെയ്യണേന് ഞാൻ എന്തിനാ വിമർശിക്കുന്നത്? ഞാൻ പരിഹസിക്കുകയില്ല, അങ്ങനെയൊന്നും ചെയ്യില്ല. നിങ്ങൾ ചെയ്തോ, നിങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട്. പക്ഷേ ചെയ്യുന്നത് ശരിയാണെന്ന് നോക്കി. ഞങ്ങളുടെ മാത്രം എന്നാൽ നിങ്ങൾ BJPയുടെ പറ, നിങ്ങൾ CPMന്റെ പറ, അതൊന്നും പറയല്ല. ഈ കോൺഗ്രസിന്റെ പുറകെ ഇങ്ങനെ മൈക്രോസ്കോപ്പിക് ലെൻസുമായിട്ട് ഇങ്ങനെ നടക്കണ എന്തിനാ? പ്രധാനമന്ത്രി പ്രസംഗം ചെറിയൊരു പരിഭവം കൂടി ഞാൻ പങ്കുവച്ചത്.